Welcome students, welcome back to our IT class. So in the previous class we were discussing about antivirus software and encryption, decryption software. So we know how this encrypted data converted into decrypted one, and what is the main thing we needed for decrypting something which is encrypted before. So I hope you have a better knowledge about that, so you never forget these things, because it is important. You will need it afterwards. Okay. So next we are moving forward. Application software. So we know what is application software. The software itself categorized into two: system software and application software. Then they got categorized into several other things. But in application software, what is application software? A software which is designed specifically for a task. ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോ ഒരു ആപ്ലിക്കേഷന് വേണ്ടി ഉണ്ടായിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത്. എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ കാൽക്കുലേറ്റർ. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ കാൽക്കുലേറ്റർ കാണാമല്ലോ. ആ കാൽക്കുലേറ്ററിൽ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ കാൽക്കുലേറ്ററിൽ നമുക്ക് പാട്ട് പ്ലേ ചെയ്യാൻ പറ്റുമോ? അതിൽ ഇമേജ് വ്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. So calculator is meant for doing calculations. We can give some digits and perform some calculations. That's it. That's the use of that application software, which falls under application software. അപ്പോൾ ഈ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ ഏത് ഗണത്തിൽപ്പെടും? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ പെടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഉത്തരം. ഇനി ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ പറ്റി സംസാരിക്കുമ്പോൾ we've got several categories under this application software. That's what we're going to discuss today. Application software. This type of software pertains to one specific applications. For instance, a software that can perform railway reservation functions cannot prepare results for a school. അതായത് as simple as that. ഒരു സോഫ്റ്റ്വെയർ വിചാരിക്കുക, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വിച്ച് ഇസ് meant for booking railway tickets or something like that. അപ്പോൾ നമ്മുടെ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനിൽ നമുക്കൊരിക്കലും സ്കൂളിൻ്റെ റിസൾട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആ സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്? റെയിൽവേ ടിക്കറ്റ്സ് യൂസേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് ദിസ് കാൽക്കുലേറ്റർ. നമ്മൾ കാൽക്കുലേറ്ററിൻ്റെ കാര്യം പറഞ്ഞില്ലേ? കാൽക്കുലേറ്റർ എന്തിനാണ്? കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് വി കാൺട്ട് യൂസ് ഇറ്റ് ഫോർ എനി അതർ യൂസസ്. These are the programs written by programmers to enable computer to perform a specific tasks such as processing words, inventory control, handling calculations and figures, medical accounting, financial accounting, result preparation, railway reservation, billing, etc. ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാമേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് എന്ത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ്. അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഫോട്ടോ മാനിപ്പുലേഷൻ, ഫോട്ടോ എഡിറ്റിംഗ് ആൻഡ് ഡിസൈനിങ് ആൻഡ് ഓൾ ദോസ് തിങ്സ് നമുക്ക് അതിൽ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാമേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് എന്ത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു സ്പെസിഫിക് ടാസ്കിന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ക്യാൻ further be subdivided into general purpose application software, specific purpose application software, customized software or bespoke software. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പിന്നെ എന്ത് ചെയ്തു? അതിനെ വീണ്ടും സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ. കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ജനറൽ പർപ്പസിനുള്ള സോഫ്റ്റ്വെയർ. സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ, സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ. കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ, കസ്റ്റമൈസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ നീഡ്സിനനുസരിച്ച്
നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. അപ്പോൾ നമുക്ക് ലാസ്റ്റത്തിൽ തുടങ്ങാം. ബാക്കി രണ്ടെണ്ണവും നമുക്ക് ഏകദേശം മനസ്സിലാകും ആ ഒരു ടേമിൽ നിന്ന് തന്നെ. ആസ് ഐ വാസ് സേയിങ്, every terms and information technology actually defines what it really means. So customized software. Suppose നമുക്കൊരു എന്താ പറയുക, ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. സൂപ്പർ മാർക്കറ്റ്, എവറിത്തിങ് ഈസ് കമ്പ്യൂട്ടറൈസ്ഡ്. സോ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും ഒരു കമ്പ്യൂട്ടർ അവിടെ ഉണ്ടാകും ബില്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യും. എല്ലായിടത്തും ഇപ്പോൾ കമ്പ്യൂട്ടറാണ്. ഇപ്പോൾ കസ്റ്റമേഴ്സിന് ബില്ല് കൊടുക്കണം, അവർക്ക് അതിൻ്റെ ബില്ലിൻ്റെ ഡീറ്റെയിൽസിൽ നിന്ന് മനസ്സിലാക്കണം. എത്ര ടാക്സ് പിടിച്ചു, എത്ര ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ്, നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടോ. അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ കസ്റ്റമേഴ്സിന് ബില്ല് കിട്ടണം. അപ്പോൾ ബില്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടാവും. സോ അതിന് നമുക്കൊരു സോഫ്റ്റ്വെയർ വേണം. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറാണ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെയാണ് പല പ്രൊഡക്ട്സ് ഉണ്ടാവും. ഇപ്പോൾ എന്താ പറയുക, പലചരക്ക് സാധനങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ മീറ്റ് ഉണ്ടാകാം, ഫിഷ് ഉണ്ടാകാം, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടാകാം, വെജിറ്റബിൾസ് ഉണ്ടാകാം, ചിലപ്പോൾ വെജിറ്റബിൾസ് ഇല്ലാതെയാകാം. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ബില്ലടിക്കുമ്പോൾ അത് വരണം, ഇന്ന പ്രൊഡക്ട്സ് ആണെന്ന് വരണം. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ ഇപ്പോൾ എന്താ POTA അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് വരണം നമ്മുടെ ലിസ്റ്റിൽ. അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈപ്പ് ചെയ്യാണ്ടിരിക്കണം. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ എൻ്റെ കടയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ എനിക്ക് വേണം. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ഇവിടെ വരും, നമ്മുടെ കടയിൽ വന്നിട്ട് കടയിലുള്ള പ്രൊഡക്ട്സിനെ പറ്റിയെല്ലാം ഒരു പ്ലാൻ തയ്യാറാക്കും. എന്തൊക്കെ രീതിയിലുള്ള ട്രാൻസാക്ഷൻസ്, എന്തൊക്കെ രീതിയിലുള്ള സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് അവർ പഠിക്കും. അവർ അതിനെപ്പറ്റി വ്യക്തമായി പഠിക്കും. ഇവിടെ എന്നാണ് സ്റ്റോക്ക് വരുന്നത്, എന്നാണ് സ്റ്റോക്ക് പോകുന്നത്, പിന്നെ ഏതൊക്കെ വിഭാഗത്തിലാണ് എന്തൊക്കെയാണുള്ളത്. സോ ദേ ക്രിയേറ്റ് എ ലിസ്റ്റ്, എന്തൊക്കെയുണ്ടെന്നൊക്കെ. എന്നിട്ട് അതനുസരിച്ച് അപ്പോൾ നമുക്ക് പറയാം എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് എന്ത് പറയുന്നത്, കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർസ്. But this software can't be used by any other supermarkets because it is for us. വേറൊരു സൂപ്പർ മാർക്കറ്റിൽ ചിലപ്പോൾ വെജിറ്റബിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സൂപ്പർ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഈ സോഫ്റ്റ്വെയർ കാൺ ബി യൂസ്ഡ് ബൈ ടെക്സ്റ്റൈൽസ്. കാരണം എന്താ, പ്രൊഡക്ട്സ് വേറെയാണ്. ഇതിനൊക്കെ ഒരു ഡേറ്റാബേസ് ഉണ്ട്. ഈ ഡേറ്റാബേസിലാണ് ഇതിൻ്റെ ഡേറ്റേസ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ട്സ് വേറെയാണ്. ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻറ്റ് സെക്ടർ, ക്ലോത്തിങ് ആൻഡ് തിങ്സ്. അപ്പോൾ അതാണ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണ്? Only system software do not suffice for efficient use of computers because the system software exists mostly for the benefit of the computer. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉള്ള സോഫ്റ്റ്വെയർ ആണ്, അല്ലേ? ഇപ്പോൾ എന്താ പറയുക, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് they aren't just giving anything for us, but they are preparing the computer to do works efficiently. They are making the computer better. അതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ OS ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. OS ഇല്ലെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഇല്ല, കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ്. വി കാൺ സീ എനിത്തിങ് ബട്ട് just a black screen. If you wanted to process or if you wanted to work with a computer, you should have known all the codes so that you can type. അതാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ, OS ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? OS ഇല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സ്ക്രീൻ ഉണ്ടാവും. ഇപ്പം ആ സമയത്ത് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ എന്തറിയണം, ആ കോഡ്സ് മുഴുവൻ അറിയണം. എങ്കിൽ മാത്രമേ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട്, കമ്പ്യൂട്ടർ മോർ എഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന് യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസാണ്. വെരാസ് ഇൻ ദ കേസ് ഓഫ് ദിസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അത് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്.
ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. OS, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ആൻറ്റിവൈറസ്. അതൊക്കെ എന്തിനാണ്? ആൻറ്റിവൈറസ് കൊണ്ട് എന്താ? നമുക്ക് എന്തെങ്കിലും ഒരു പനി വന്നു കഴിഞ്ഞാൽ ആൻറ്റിവൈറസ് വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? കമ്പ്യൂട്ടറിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. പക്ഷേ ഇപ്പോൾ ഒരു ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വീഡിയോ പ്ലെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇമേജ് എഡിറ്റ് ചെയ്യണം എന്നത് കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമില്ല, നമ്മുടെ ആവശ്യമാണ്. ഡിസൈനിങ്, വീഡിയോ പ്ലേ ചെയ്യണം, അതൊക്കെ നമ്മുടെ ആവശ്യമാണ്. അതിനനുസരിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർസാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ദാറ്റ് ഈസ് സിമ്പിൾ വേർഷൻ ഓഫ് ദിസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഡിഫറൻസ്. Other programs, that is the application software are required to make the computer useful for people. മനുഷ്യർക്ക്, ജനങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് കമ്പ്യൂട്ടർ മാറാൻ തക്കവണ്ണമുള്ള സോഫ്റ്റ്വെയർസാണ് എന്ത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. Application software has been written to do almost every task imaginable, from word processing to selecting a college to attend. വേർഡ് പ്രോസസ്സിങ് തൊട്ട് ഏത് കോളേജിൽ അറ്റൻഡ് ചെയ്യണം എന്നതുവരെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ തരുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. എവിടെ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ. As applications may be numerous, from thousands to millions of them, it is not feasible to design software for each one of them. 1000 തൊട്ട് 1,000,000 കണക്കിന് എന്താണ് ആപ്ലിക്കേഷൻസ്, കാര്യങ്ങൾ ചെയ്യാൻ നമുക്കുണ്ടാവും. പക്ഷേ ഓരോന്നിനും ഓരോ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അത് എന്താ കാര്യം? ഈ ഫോട്ടോഷോപ്പ് എന്നൊക്കെ പറയുന്ന ആ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. എത്ര കോടി ലൈൻസ് ഉണ്ടാകുന്നറിയോ? കമാൻഡ് ലൈൻസ്. എന്തോരം ആൾക്കാർ ചെയ്ത് ഉണ്ടാക്കുന്നതായിരിക്കും കമാൻഡ്സ്. അതിൽ എറർ വരരുത്. എറർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ ഇട്ട് കഴിയുമ്പോൾ ആ ഫോട്ടോ അതിൽ ലോഡായില്ല, എറർ വന്നാൽ എന്ത് സംഭവിക്കും? വെൻ ദേ ലോഞ്ച് ഇറ്റ് ഇൻ ദ മാർക്കറ്റ്. ഇത് നമ്മൾ യൂസേഴ്സ് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്നതാണ്. നമ്മൾ പൈസ കൊടുത്തിട്ടൊരു സാധനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കൂലേ? അപ്പോൾ അവർക്ക് ഇതിനും വേറെ ഒത്തിരി പ്രോസസ്സുണ്ട്. ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഐഡിയ എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു അൽഗോരിതം, ഇത് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ്. അത് കഴിഞ്ഞിട്ടാണ് കോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടാവും കോഡിങ്. 1-2 ലൈൻസ് അല്ല, 100 അല്ല, 1000 അല്ല, കോടാനുകൂടി ലൈൻസ് ഉണ്ടാവും, കമാൻഡ് ലൈൻസ്. പിന്നെ ഈ കമാൻഡ് ലൈൻസ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലോഗോ ഡിസൈനിങ്, ഇതിൻ്റെ ടൂൾസ് ഡിസൈനിങ്, ഇതിൻ്റെ ഡിസൈനിങ് പേർപ്പസ്, പിന്നെ ഇതിൻ്റെ ലീഗൽ വശങ്ങൾ, പിന്നെ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ ഒക്കെ ടൈപ്പ് ചെയ്തുണ്ടാക്കണം. പിന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? കോഡിംഗ് ഒക്കെ ചെയ്ത് ഇതിനെ ഒന്ന് ഒരു സോഫ്റ്റ്വെയർ ആക്കി എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നേരെ മാർക്കറ്റിലേക്ക് കൊടുക്കാൻ പറ്റുമോ? കോഡൊക്കെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ട് നേരെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ കൊടുത്താൽ പ്രശ്നമാണ്. പിന്നെ എന്തായിരിക്കും അവസാനത്തെ സ്റ്റെപ്പ്? ടെസ്റ്റിംഗ് എന്ന് പറയും. ടെസ്റ്റിംഗ്. ഈ സോഫ്റ്റ്വെയർ എല്ലാ രീതിയിലും ടെസ്റ്റ് ചെയ്ത് നോക്കും. സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് ഉണ്ടാവും. ഇവരിതിനെ എല്ലാ രീതിയിലും ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ കണ്ടെത്തുന്ന എറേഴ്സിനെ ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിനെ പബ്ലിഷ് ചെയ്യുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു കാൽക്കുലേറ്ററാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ കാൽക്കുലേറ്റർ ഉണ്ടാക്കി 1 കൂട്ടിയാൽ 2 കിട്ടും, 1 - 1 കൊടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റർ ഉണ്ടാക്കി അവസാനത്തെ സ്റ്റെപ്പിലെത്തി. എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഒരു ടെസ്റ്ററിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യാതെ നമ്മൾ ലോഞ്ച് ചെയ്തു. ഒരു മാത്തമാറ്റീഷ്യൻ ഈ കാൽക്കുലേറ്റർ വന്നിട്ട് ഡൗൺലോഡ് ചെയ്തു. കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തു. പൈസ കൊടുത്തിട്ട് 10 രൂപ എന്ന് വിചാരിക്കുക. 10 രൂപ എടുത്തിട്ട് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് പുള്ളി മാത്തമാറ്റീഷ്യനാണ്. പുള്ളി എന്ത് ചെയ്തു? -10 + 10 എന്നിട്ടു. പക്ഷേ നമ്മളങ്ങനെ ഒരു കോഡ് എഴുതിയിട്ടില്ല. നമ്മൾ സാധാരണ കാൽക്കുലേഷൻ എഴുതിയിട്ടുള്ളൂ. നെഗറ്റീവ് സംഖ്യകളെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള യാതൊരുവിധ കാൽക്കുലേഷൻസിനെ പറ്റിയും നമ്മൾ എന്ത് ചെയ്തില്ല? കോഡ്സ് എഴുതിയില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? എറർ വരും. അപ്പോൾ മാത്തമാറ്റീഷ്യൻ പ്രശ്നമായിട്ട് വരും. എന്താണ് ഈ തന്നിരിക്കുന്നത്? എനിക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പൈസ തന്നെയല്ലേ തന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ടെസ്റ്റേഴ്സിൻ്റെ ജോബ് എന്ന് പറയുന്നത് ഏതൊക്കെ പോസിബിൾ വേയിൽ ടെസ്റ്റ് ചെയ്യാമോ അതിലൊക്കെ ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ 0 × 0 എന്ന് വരെ വേണമെങ്കിൽ അടിച്ചു നോക്കും. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എറർ വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ലേ?
0 എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, 0 തന്നെയാണ്. പക്ഷേ അതിന് അങ്ങനത്തെ 0 വരണം എന്ന് നമ്മൾ കോഡിൽ എഴുതി വെക്കണം. അങ്ങനെ എഴുതി വെച്ചിട്ടില്ലെങ്കിലോ എറർ വരും. സോ അവിടെയാണ് ടെസ്റ്റർ എന്ന് പറയുന്ന ആളുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതായത് വേർഡ് പ്രോസസ്സിംഗ് ഉണ്ട്, വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒത്തിരി വർക്കുകൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇതിനൊക്കെ ഓരോ വർക്കിനും ഓരോ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനായിട്ടാണ് ഒരു പാക്കേജായിട്ട് സോഫ്റ്റ്വെയർസിന് ഉള്ളത്. വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്ന്, അതായത് എന്താണ് നമുക്ക് കാണാം. നെക്സ്റ്റ് പേജിൽ നോക്കിയാൽ however some major and most common categories are word processing software. വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പല ഇതായിട്ട് വരും. ഇപ്പോൾ ടേബിളിലാക്കാൻ, അല്ലെങ്കിൽ അതിനെ ബോൾഡാക്കാൻ, ഇറ്റാലിക്സിലാക്കാൻ, ഇതിൽ കുറേ എന്താണ് ഫോണ്ട് ചേഞ്ച് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ആപ്ലിക്കേഷൻസിനെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു പാക്കേജിനെയാണ് എന്ത് പറയുക, ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറയുക. വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, സ്പ്രെഡ്ഷീറ്റ്സ്, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഗ്രാഫിക്സ്, മൾട്ടിമീഡിയ ആൻഡ് പ്രസൻറ്റേഷൻ ആപ്ലിക്കേഷൻ. അതിൽ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ നോക്കാം. പ്രോസസ്സിംഗ് ഓഫ് ടെക്സ്ച്വൽ മാറ്റർ ആൻഡ് ക്രിയേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ആൻഡ് ഫ്ലോലെസ് ഡോക്യുമെൻറ്റ്സ് happen to be the most common and widely used task for a personal computer. അതായത് വേർഡ് പ്രോസസ്സിംഗ്, the name itself says something. Don't you get it? Word processing software which process the word. പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യണം, വി ക്യാൻ മേക്ക് ഇറ്റ് ബോൾഡ്, വി ക്യാൻ ഹാവ് ആൻ അണ്ടർലൈൻ അണ്ടർ ദ ടെക്സ്റ്റ് വിച്ച് വി ഹാവ് ജസ്റ്റ് ടൈപ്ഡ്. പിന്നെന്താ, വി ക്യാൻ ചേഞ്ച് ദ കളർ, വി ക്യാൻ ഗിവ് സം ബുള്ളറ്റ് പോയിൻറ്റ്സ്, വി ക്യാൻ നമ്പർ ദം, വി ക്യാൻ പ്രൊവൈഡ് സം ലിങ്ക് ടു അതർ ഹൈപ്പർ ലിങ്ക്സ്. സോ ഇതൊക്കെ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫയലിലാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ചേഞ്ച് ദ ഫോണ്ട്, വി ക്യാൻ ചേഞ്ച് ദ കേസ്, അപ്പർ കേസ് ടു ലോവർ കേസ്, ലോവർ കേസ് ടു അപ്പർ കേസ്, ഓർ വാട്ട് എവർ. അപ്പോൾ അതിനൊക്കെ എന്താ പറയുന്നത്, പ്രോസസ്സിംഗ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ഇമേജ് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും ചില സോഫ്റ്റ്വെയർസിൽ, ഒരു പാക്കേജിൽ. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്, ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, സ്പ്രെഡ്ഷീറ്റ്സ്, database management systems, graphics, multimedia and presentation application. And you can use a word processor to create almost any kind of document, be in a term paper, business letter, these work memos, thesis work memos, legal document, newsletter, report and even a book. നമുക്കിതിൽ ഈ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിൽ, ഒരു വേർഡ് പ്രോസസ്സറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്ത്, ഒരു പേപ്പർ, ബിസിനസ് ലെറ്റർ, തെസിസ് വർക്ക്, മെമ്മോസ്, ലീഗൽ ഡോക്യുമെൻറ്റ് ആൻഡ് ന്യൂസ് ലെറ്റർ, റിപ്പോർട്ട്സ് ഓർ ഈവൻ എ ബുക്ക്. ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണ്ടി വന്നേനെ, ഒരു ബിസിനസ് ലെറ്റർ തയ്യാറാക്കാൻ ഒരു ഇൻഡിവിജ്വൽ സോഫ്റ്റ്വെയർ വേണ്ടി വന്നേനെ, തീസിസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിവിജ്വൽ സോഫ്റ്റ്വെയർ വേണ്ടി വന്നേനെ, മെമ്മോസ്, ലീഗൽ ഡോക്യുമെൻറ്റ്, ന്യൂസ് ലെറ്റർ, റിപ്പോർട്ട്സ്, ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേറെ സോഫ്റ്റ്വെയർ, അങ്ങനെ എത്ര സോഫ്റ്റ്വെയർ വേണ്ടി വന്നേനെ. ബട്ട് by using a word processor we can do all this thing in one software. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്, ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. വൺ ഓർ മോർ തിങ്സ് വി ക്യാൻ ഡു വിത്ത് എ സോഫ്റ്റ്വെയർ ആൻഡ് ദെൻ ദിസ് സോഫ്റ്റ്വെയർ ഫോൾസ് അണ്ടർ ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പോപ്പുലർ വേർഡ് പ്രോസസ്സേഴ്സ്, വേർഡ് പെർഫെക്റ്റ്, അബി വേർഡ്, ഫ്രീക്ക്, എക്സെട്ര. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത് കാണാം. അതിൻ്റെ ഇടയിലൊരു ചിത്രം കൊടുത്തിരിക്കുന്നുണ്ടോ, ഫിഗർ 3.4, വേർഡ് പ്രോസസ്സിങ് എ ഗ്ലാൻസ് ത്രൂ. ഇപ്പോൾ ഈ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വേർഡിൻ്റെ മാറ്റം മാത്രമല്ല, ഒരു ബുക്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു നമ്മുടെ പുസ്തകം എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, ഇമേജ് ഉണ്ട്, പല കളറിലുള്ള വേർഡ്സ് ഉണ്ട്, പല ഫോർമാറ്റിലുള്ള വേർഡ്സ് ഉണ്ട്, ഇറ്റാലിക്സിലുണ്ട്, ബോൾഡിലുണ്ട്, ആൻഡ് യു ക്യാൻ സീ ഓൾ ദോസ് ഡിസൈൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസൈൻസിനൊക്കെ കയറ്റാൻ പറ്റും. ഇമേജിനെ കയറ്റാം, വീഡിയോ കയറ്റാൻ പറ്റില്ല ഓഫ് കോഴ്സ്, ബിക്കോസ് വെൻ ഇറ്റ് കംസ് ടു എ ബുക്ക് വി കാൺട്ട് ഹാവ് എ വീഡിയോ ഇൻ എ ബുക്ക്, ഇറ്റ്സ് നോട്ട് പോസിബിൾ.
അപ്പോൾ അതാണ് എന്ത് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. ഇനി ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ്സ്. Another very popular package is electronic spreadsheet. An electronic spreadsheet is a program that accepts data values in a tabular form and allows user to manipulate, calculate, or analyze data in desired manner. അതായത് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്, സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി എന്താണ്, അതെങ്ങനെയാണ് ഒരു പോപ്പുലർ പാക്കേജാണ് അത്. അത് എന്താ ഒരു ടേബിൾ ഫോമാറ്റിലായിരിക്കും നമുക്ക് ഡേറ്റ കിട്ടുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ എൻ്റർ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് ഡേറ്റ. ഇപ്പോൾ നമുക്ക് കാണാം, ഇതുണ്ടോ, അതെ ഇപ്പുറത്തെ പേജിൽ കാണാം പീരിയഡ്, ഫോർകാസ്റ്റ്, ആക്ച്വൽ, ഡീൽസ് ക്ലോസ്ഡ്, വേരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടേബിൾ, അതിൻ്റെ അടിയിൽ അതിൻ്റെ ഫിഗേഴ്സ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, ക്ലാസ് നെയിം, റോൾ നമ്പർ, സബ്ജക്റ്റ് നെയിം ആൻഡ് മാർക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കുന്നു ഒരു ക്ലാസ്സിൻ്റെ, നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ഈ മിഡ് സെമസ്റ്ററിന് കിട്ടിയ എല്ലാ വിഷയത്തിനും കിട്ടിയ മാർക്സ്, നിങ്ങളുടെ നെയിം ആൻഡ് റോൾ നമ്പർ എന്ന് പറയുന്ന ഒരു ടേബിൾ സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമുക്ക് വേണ്ട രീതിയിൽ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസോ നമ്മൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് ആർക്കാണോ ഏറ്റവും കൂടുതൽ മാർക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു ചാർട്ട്. സോ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ടേബിൾ ആൻഡ് എ ചാർട്ട്? If we have some information in a table and we have some information on a chart, how these things differs. So, or otherwise, in other hand, how these things get this attention of actually what they have inside it. അതായത് ഇപ്പോൾ ഈ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ നമ്മൾ മുഴുവൻ ഇരുന്ന് വായിക്കണം. അങ്ങനെ ഇതാര്, ഇവർക്ക് എത്ര മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുഴുവൻ ഓരോരുത്തരും വായിച്ചു കഴിഞ്ഞാലാണ് നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടുള്ളൂ. വേഴ്സ് ഇൻ ദ കേസ് ഓഫ് ദിസ് ചാർട്ടിലാണെങ്കിൽ നമുക്ക് ഒറ്റ ഗ്ലാൻസിൽ തന്നെ നമുക്ക് എന്ത് ഡീറ്റെയിൽസ് കിട്ടും. ആരാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിരിക്കുന്ന ആൾ, ഏത് സബ്ജക്റ്റിനാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. പക്ഷേ ഈ ടേബിളിലാണെങ്കിലോ നമ്മളെല്ലാവരുടെയും നോക്കണം. എല്ലാവരുടെയും നോക്കിക്കഴിഞ്ഞാലാണ് ആർക്കാണ് കൂടുതൽ മാർക്ക് കിട്ടിയത്, ഏത് വിഷയത്തിനാണ് താരതമ്യേന മാർക്ക് കൂടുതൽ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ ടേബിളിൽ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസിനെ പല രീതിയിലേക്ക് എന്ത് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാൻ തക്കത്തിലുള്ള സോഫ്റ്റ്വെയർസാണ് എന്ത്, ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ്സ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് അക്സെപ്റ്റ്സ് data values in tabular form and allows user to manipulate, calculate, analyze data in the desired manner. ഇതുണ്ടോ ഇവിടെ കാണാൻ പാടില്ലേ, ഈ ടേബിളിലുള്ള ഡീറ്റെയിൽസിനെ അവിടെ ഒരു ചാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ഉയരത്തിലുള്ള ബാർ ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും ഉയരത്തിലുള്ള എൻട്രി ഏതാണ് അല്ലെങ്കിൽ മാർക്സ് ഏതാണ് എന്നുള്ള കാര്യം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വളരെ ക്യാച്ചിങ് ആയിട്ട് ഇൻഫർമേഷനെ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ചാർട്ട്സ് ഹെൽപ്സ്. Spreadsheets not only allow manipulation of data but also can generate graphs and charts to show the relationships among numbers more vividly. That's what we have just discussed. Like most elements in the computer world, spreadsheets have come a long way since they were first developed. Today, many spreadsheets are three-dimensional, allowing you to create not just a single worksheet but a stack of them with each sheet linked electronically to other. അപ്പോൾ ഇത് തുടങ്ങിയ സമയത്തുള്ള പോലെയല്ല ഇപ്പോൾ. അത് നമുക്കറിയാം. വിൻഡോസ് 2000 നിന്ന് ഇപ്പോൾ വിൻഡോസ് 10 വരെ എത്തി. നമ്മൾ കീ ഉള്ള ഫോണിൽ നിന്ന് നമ്മൾ കീലെസ് ഫോണിലേക്ക് അല്ലെങ്കിൽ ടച്ച് സ്ക്രീൻ ഫോണിലേക്ക് എത്തി. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ഡെവലപ്പിംഗ് ഡേ ബൈ ഡേ. സോ ഇറ്റ് ചേഞ്ചസ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള 3D മാനറിൽ നമുക്ക് ചാർട്ട്സൊക്കെ 3D ആയിട്ട് കാണാൻ പറ്റും, 2D അല്ല. പിന്നെ ഒരു ബഞ്ച് ഓഫ് പേജസ് വിച്ച് ആർ ഇലക്ട്രോണിക്കലി കണക്റ്റഡ്, ഇലക്ട്രിക്കലി അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി കണക്റ്റഡ്, അങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലുള്ള
പുതിയ കാര്യങ്ങൾ ഇപ്പോൾ ഉള്ള സോഫ്റ്റ്വെയറിലൊക്കെ വന്നിട്ടുണ്ട്. ദാറ്റ്സ് വൈ വിവ് ഗോട്ട് ദിസ് അപ്ഡേറ്റ്സ് ഈച്ച് വീക്ക്. നമ്മളിപ്പോൾ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സിന് അറിയാം, നമ്മൾ ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു അപ്ഡേറ്റ്, ഓരോ സോഫ്റ്റ്വെയറിനും ഒരു അപ്ഡേറ്റ് ഉറപ്പായിട്ടുണ്ടാവും. എന്തിനാണ് ഈ അപ്ഡേറ്റ് ചെയ്യുന്നത്? കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് ഒരിക്കലും എറർ ഫ്രീ ആയിട്ടൊരു സാധനം ഇറക്കാൻ പറ്റില്ല നമുക്ക്. അതാണ് ഫസ്റ്റ് തിങ്. എറർ ഇല്ലാത്ത രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ ഇറക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് എറർ ഉണ്ടാവും ഏതെങ്കിലും രീതിയിൽ. അപ്പോൾ ഈ അപ്ഡേറ്റ്സിലൂടെ ഇവർ ഇവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു മൈന്യൂട്ട് എററിനെയും റിസോൾവ് ചെയ്തിട്ടാണ് ഇത് പുതിയ വേർഷനിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സം ഡിഫറൻസ് ഓഫ് കോഴ്സ്. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം എറേഴ്സ് കണ്ടുപിടിക്കുന്നോ അതിൽ കൂടുതൽ എറർ ഇനിയും അതിലുണ്ട്. അതാണ് അനദർ ഫാക്റ്റ്. അതാണ് ഈ ടെസ്റ്റേഴ്സിൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു സംഭവം. അതാണ് ഫാക്റ്റും അതാണ്. അതായത് എത്രത്തോളം the more you find, the more yet to find. So that's all about word processing software, electronic spreadsheets.